ഗൈസ് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ പുതിയൊരു മൈക്ക് മേടിക്കുന്നത് കേട്ടോ. ഈ അടുത്ത കാലത്ത് ചെയ്ത മിക്കവാറും വീഡിയോകൾക്കെല്ലാം ഞാൻ സംസാരിച്ചത് എൻ്റെ ഈ പുതിയ മൈക്കിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മൈക്കിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടൻ ഏത് മൈക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് മൗനോ AU-A04TR എന്ന് പറയുന്ന ഒരു മൈക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൈക്ക് വാങ്ങുന്നത് ആമസോണിൽ നിന്നാണ്. ഞാൻ ഇത് വാങ്ങിയ സമയത്ത് തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തതാണ്. പക്ഷേ അതെനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്നാൽ പിന്നെ ഇന്നങ്ങ് ഞാൻ അതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. ആദ്യ കാലങ്ങളിലൊക്കെ എൻ്റെ ശബ്ദമെന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. പിന്നെ ഞാൻ ഒരു മൈക്കൊക്കെ മേടിച്ച് ശബ്ദമൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത കാലത്ത് ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ശബ്ദമെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മൈക്ക് വേണമെന്ന്. അങ്ങനെ യൂട്യൂബിൽ അവിടെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു നല്ല മൈക്കിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ആ മൈക്കിനെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇത് മൗനോ AU-A04 എന്ന് പറയുന്ന ഒരു മൈക്കാണ്. ഈ മൈക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഒരു കിറ്റായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഈ പോപ്പ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനമുണ്ട്. പിന്നെ ബൂമാമോ അങ്ങനെയൊക്കെ ചേർത്താണ്. അത് ഇപ്പോൾ ആമസോണിൽ ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് ആ ഒരു സാധനമൊക്കെ വരുന്നത് ഞാൻ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വരത്തില്ല, അത് നാളെയാണ് വരുന്നത്. പക്ഷേ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ അതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കാം, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത്. അപ്പം നോക്കാം, ഇനി അധികം കാത്തിരിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത് അതിൻ്റെ പേപ്പറൊക്കെയാണ്. കളയത്തില്ല കേട്ടോ, പിന്നീട് എടുക്കും. അപ്പം ഇതാണ് നമ്മുടെ പുതിയ മൈക്ക് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു കാർഡ്ബോർഡ് അങ്ങോട്ട് ഇത്ര പോരാ കേട്ടോ. ഇച്ചിരാണ്ടല്ല പാടൊക്കെ അവിടെ ഉണ്ട്. ചിലപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്തുണ്ടായ പാടുകളായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് മൈക്ക്. ഇത് പോളാർ മൈക്ക് എന്ന് പറയും. പോളാർ മൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താന്ന് പറഞ്ഞാൽ ഒരു വശത്തു നിന്ന് സംസാരിച്ചാലാണ് കൂടുതൽ ശബ്ദം എടുക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല. അങ്ങനത്തെ സാധനമാണ്. ഓക്കെ, നമുക്കിനി ഇത് തുറക്കാം. അപ്പം ഇതുവഴിയാണ് തുറക്കുന്നത്. ഇതുവഴി ഒന്ന് തള്ളിയാൽ മതി. ഓക്കെ, അപ്പം ഇത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ വരും. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യം പാക്കിങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ആമസോണിൻ്റെ വക ഏതാണ്ട് ഒരു കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യൂസർ മാനുവലുണ്ട്. നമ്മളൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസർ മാനുവൽ വായിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളും എന്ത് ചെയ്യും, ഈ യൂസർ മാനുവൽ വായിക്കത്തില്ല. ഓക്കെ, ഇത് വാങ്ങിക്കാതെ തന്നെ അവരങ്ങ് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യും. അപ്പം ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊരു USB മൈക്കാണ് വരുന്നത്. അപ്പം USB പോർട്ടായിട്ടുള്ള മൈക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് സിലിക്ക ജെല്ലാണ് ഈ കാണുന്നത്, മുത്ത് പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ മൈക്ക്. കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്, നല്ല ഫിനിഷിങ് ആണെന്നുള്ളതാണ്. ഇത് മെറ്റലാണ് സാധനം. ഇതെല്ലാം മെറ്റലാണ് കേട്ടോ. ഇതും മെറ്റലാണെന്ന് തോന്നുന്നു. മെറ്റലാണ്. നല്ല ഫിനിഷിങ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുമെന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാർഡ്ബോർഡ് എടുക്കാം. നമുക്കിതിനകത്ത് തന്നെ വെക്കാം. ഇതിൻ്റെ അടിയിൽ ഏതാണ്ടുണ്ട്, അതുകൂടി എടുക്കാം. ഓക്കെ, ഒരു USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. പിന്നെ ഇത് മൈക്ക് വെക്കാനുള്ള സാധനമാണ്. പിന്നെ ഇത് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്, വേറെ ഒന്നുമില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ വെക്കാം. അപ്പം ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ വെക്കാം, കണ്ടില്ലേ. ഇത് വെക്കാതെ സംസാരിക്കാം. ഇത് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ എയർ ഉണ്ടല്ലോ, നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ വായിൽ നിന്ന് നമ്മുടെ കാറ്റ് പോകും. അപ്പോൾ ആ കാറ്റ് ഇത് കുറച്ചുകൂടി തളഞ്ഞുകൊണ്ട് ശബ്ദം കുറച്ചുകൂടി നന്നായിട്ട് കേൾക്കും. അല്ലെങ്കിൽ നല്ലപോലെ കാറ്റടിക്കുന്ന ശബ്ദമായിരിക്കും അതിനകത്ത് കേൾക്കുന്നത് സംസാരിക്കുമ്പോൾ. പിന്നെ ഇതുള്ളതാണ്. ഇതെങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നതെന്ന് മാത്രം എനിക്കറിയത്തില്ല. ഇങ്ങനെ വല്ലതാണോ അതോ ഇങ്ങനെയാണോ? നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് വേണ്ട ഇത് വെച്ച് കഴിഞ്ഞാൽ വേണമല്ലോ, ഇത് ലൂസാവും. എന്നിട്ട് നമുക്കിത് ഈ ട്രൈപോഡിലോട്ട് മുറുക്കാൻ പറ്റും.
ഓക്കെ, അത്രയേ ഉള്ളൂ. ശേഷം നമുക്ക് മൈക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ തിരിച്ചാണ് വെച്ചത് ഇനി. ഓക്കെ, ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിങ്ങനെ വെച്ച് ലോക്ക് ചെയ്യാം. എന്നിട്ട് ട്രൈപോഡ് ഇതെടുക്കാം. കുറച്ച് ടൈറ്റാണ്. ഓക്കെ, അതിനും വല്ല സ്വിച്ച് വല്ലതും ഉണ്ടോ ഇത്രയും ടൈറ്റ്? ഓക്കെ, സ്വിച്ചൊന്നുമില്ല. ഇതിങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, ശേഷം നമുക്കിത് ഇത് വെക്കേണ്ടി വരും. അപ്പോൾ അത് വെക്കാൻ എളുപ്പമാണ്. നമുക്കിതിവിടെ വെക്കാം. വീഴുമോ? ഇല്ലല്ലോ, ഇല്ല. നല്ല നീളമുണ്ട് കേട്ടോ. അപ്പം തന്നെ ഈ സാധനം ഇതിൻ്റെ അടിയിലായിട്ടാണ് കയറ്റേണ്ടത്. ഇത് കയറ്റേണ്ട രീതി ശ്രദ്ധിച്ച് നോക്കിയോ. ഈ ഒരു ഭാഗമാണ് വരുന്നത് ഈ മണ്ടയ്ക്ക്. അതാണ് കണ്ടല്ലേ. നമ്മളെല്ലാ സാധനവും അത് ശരിക്കും നോക്കിയിട്ടേ കയറ്റാവും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഇത് കമ്പ്യൂട്ടറെ കണക്ട് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ കറണ്ടില്ല. എപ്പോഴാണ് കറണ്ട് പോയത്? അപ്പോൾ കറണ്ട് പോയിട്ട് വേണം ഇത് കമ്പ്യൂട്ടറെ കണക്ട് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ.